ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വിലന്തറ പ്രദേശത്ത് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാനമുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ദൈവപുത്രനും ലോകത്തിൻ്റെ രക്ഷകനുമാകുന്ന യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് വെസ്റ്റ് കല്ലട സഭയുടെയും അസംബ്ലീസ് ഓഫ് ഗോഡ് വെസ്റ്റ് കല്ലട സഭയുടെയും വി ആർ വൺ ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന ഗോസ്പൽ സംഘടനയുടെയും ആഭിമുഖ്യത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായി ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ഈ വിലന്തറ പ്രദേശത്ത് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുകയാണ്. ഞങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടെ അഭിവാദനം ചെയ്യുന്നു. സമയം എല്ലാവർക്കും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങളെ ചില നിമിഷങ്ങളൊന്ന് ശ്രദ്ധിക്കുവാൻ ഞങ്ങൾ വളരെ താഴ്മയോടെ അപേക്ഷിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യം, നമ്മുടെ നാട് വലിയ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആളുകൾക്ക് സമാധാനമില്ല. എങ്ങനെയാ ഈ സമാധാനം നഷ്ടപ്പെട്ടത്? നമുക്കറിയാം, കേരളക്കര മറ്റൊരു കാലത്ത് വന്നിട്ടില്ലാത്തതിനപ്പുറമായ ഒരു സാമൂഹിക വിപത്തിലൂടെ കടന്നു പോവുകയാണ്. അത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വലിയ ഒരു ഒഴുക്കാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ മദ്യത്തിന് അടിമകളായി തീരുന്ന ഒരു കാലം. പണ്ടൊക്കെ കുറച്ച് മദ്യം കഴിക്കും, വൈകുന്നേരം എന്തെങ്കിലും രണ്ട് കാര്യം പറഞ്ഞ് വീട്ടിൽ കിടക്കും. ചെറിയ ചെറിയ സംഭവങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് മദ്യം മാറി മയക്കുമരുന്നിലേക്ക് മാറിയപ്പോൾ, MDMA പോലെയുള്ള രാസലഹരിയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ പിടിച്ചാൽ പിടികിട്ടാത്ത നിലയിൽ നമ്മുടെ നാട് മാറിയിരിക്കുന്നു. ദുരന്ത വാർത്തകളാണ് മദ്യത്തിൻ്റെ പേരിൽ, മയക്കുമരുന്നിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണ പരിപാടിയിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. സർക്കാരിനൊപ്പം ഞങ്ങളും പങ്കുചേരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് ആളുകൾ നശിക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും ഈ കാര്യത്തിന് പിന്നിൽ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ആ കാരണത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. എന്താണ് മനുഷ്യനിങ്ങനെ മദ്യപിച്ച് മതോന്മത്തരായി ജീവിതം തകർന്ന് സ്വന്തം കുടുംബത്തെയോ കുഞ്ഞുങ്ങളെയോ ഒക്കെ നോക്കാതെ മനുഷ്യൻ മൃഗത്തേക്കാൾ അധപ്പതിച്ച് ജീവിക്കുന്നതിന് പിന്നിലെ കാരണം എന്താ? ഇങ്ങനെയാണോ മനുഷ്യൻ ജീവിക്കേണ്ടത്? ഇങ്ങനെ എന്തുകൊണ്ട് മനുഷ്യനായി തീർന്നു? അതാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഉലകത്തിലെ സകല മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. ഉലകം ചമച്ച സർവശക്തനായ ദൈവത്തിന്റെ മക്കളാണ് ഞാനും നിങ്ങളും. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. മനുഷ്യന്റെ അകത്ത് ദൈവം തന്റെ ആത്മാവിനെ നൽകി. നിങ്ങൾ അറിയണം, മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ വാലില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ആളുകൾ പറയും. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യന്റെ അകത്ത് ദൈവത്താൽ നിർമ്മിതമായ, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട അമർത്യമായ ആത്മാവുണ്ട് എന്ന സത്യമാണ്. മനുഷ്യന്റെ അകത്ത് ദൈവം ഈ ആത്മാവിനെ നൽകിയത് എന്തിനാണ്? ആ ചോദ്യത്തിന്റെ ഉത്തരം, ദൈവം തന്നെ ആത്മാവാകയാൽ ആത്മാവായ ദൈവത്തെ മനുഷ്യന് അറിയണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ, ദൈവവുമായി കൂട്ടായ്മ കൂടണമെങ്കിൽ മനുഷ്യന് ആത്മാവ് കൂടിയേ തീരൂ. വിലന്തറയിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
ആത്മാവാകുന്ന ഏക സത്യ ദൈവത്തെ ആരാധിക്കേണ്ടതിനും നമസ്കരിക്കേണ്ടതിനുമാണ് ദൈവം മനുഷ്യൻ ആത്മാവിനെ നൽകിയത്. യേശുക്രിസ്തുവിന്റെ കാലത്ത് യോഹന്നാന്റെ സുവിശേഷത്തിൽ ശമരിയാക്കാരി സ്ത്രീയോട് കർത്താവ് സംസാരിക്കുന്ന ഒരു കാര്യം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കർത്താവ് ഇങ്ങനെ പറയുന്നു, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇതാ വന്നുമിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നമസ്കരിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണ്. അങ്ങനെ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടതിന് ദൈവം മനുഷ്യന്റെ അകത്ത് തന്റെ ആത്മാവിനെ നൽകി. ആത്മാവിന്റെ പ്രത്യേകത, ആത്മാവിനൊരു രൂപമില്ല, ആത്മാവിന് മരണമില്ല, ആത്മാവ് നിത്യമായി നിലനിൽക്കുന്നതാണ്. ഈ അമർത്യമായ ആത്മാവിനെ മനുഷ്യന്റെ അകത്ത് നൽകിയ ദൈവം മനുഷ്യനെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ കൂടുവാൻ ആക്കിവെച്ച ദൈവം ഒത്തിരി ആഗ്രഹിച്ചു, മനുഷ്യനെന്നും ആത്മാവായ എന്നോട് കൂട്ടായ്മയുള്ളവരായി തീർന്ന് ജീവിക്കണം. പക്ഷേ മനുഷ്യനെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ പരാജയം, ആത്മാവാകുന്ന ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം, അവനെ സേവിക്കുന്നതിന് പകരം മനുഷ്യൻ ദൈവത്തോട് മറുതലിച്ച്, ദൈവത്തോട് മത്സരിച്ച് പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവം തന്റെ അമർത്യമായ ആത്മാവിനെ നമ്മുടെ അകത്തു നൽകി ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് അവസരമൊരുക്കിയെങ്കിലും പാപം ചെയ്ത മനുഷ്യൻ, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവത്തെ ഉപേക്ഷിച്ചു. ദൈവത്തെ വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്നും മനുഷ്യൻ അങ്ങനല്ലേ? മനുഷ്യന് ദൈവത്തെ വേണ്ട, സ്വന്തമായി ഞാൻ ജീവിച്ചോളാം, എനിക്കൊരു വിഷയമുണ്ടായാൽ ഞാൻ സ്വന്തമായി പരിഹരിക്കും, എന്റെ കാര്യം ഞാൻ നടത്തും. അതല്ലേ ഇന്ന് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മനുഷ്യന് വിദ്യാഭ്യാസം കൂടിയതോടെ, മനുഷ്യന് പണമുണ്ടായതോടെ, മനുഷ്യന് സൗകര്യങ്ങൾ ഉണ്ടായതോടെ ഒട്ടും ദൈവമേ വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? ദൈവത്തെ വിളിക്കുന്നതും ദൈവത്തെ സേവിക്കുന്നതും ഒക്കെ പഴഞ്ചൻ ഏർപ്പാടാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ, വിദ്യാഭ്യാസമില്ലാത്തവരാണ്, വിവരമില്ലാത്ത ആളുകളാണ് തെരുവുതോറും നടന്ന് ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പക്ഷേ സുഹൃത്തുക്കളെ, വചനം ഇങ്ങനെയാ പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ വിളിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് ദൈവം ഇങ്ങനെ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സാക്ഷാലായ ദൈവത്തെ വേണമെന്ന് നിങ്ങളുടെ അകത്ത് ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ കുറിച്ച് പറയുന്ന പേര് ബുദ്ധിമാൻ എന്നാണ്. അപ്പോ ബുദ്ധിയില്ലാത്തവന്റെ പരിപാടിയല്ല ദൈവത്തെ അന്വേഷിക്കുന്നത്, ബുദ്ധി ഉള്ളവന്റെ ലക്ഷണമാ. ഇന്ന് തിരുവഴുത്ത് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിലന്തറയിലുള്ള ഞങ്ങളുടെ സ്നേഹിതരെ, ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പാപം ചെയ്ത് അശുദ്ധിയിൽ ജീവിച്ച മനുഷ്യന് തന്റെ സ്വയപ്രയത്നം കൊണ്ട് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുകയില്ല, ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ കഴിയുകയില്ല. കാരണം ദൈവം തേജസ്സുള്ള ദൈവമാണ് ഈ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം സൃഷ്ടിച്ചതാണ് ഈ ഭൂമി, ദൈവം സൃഷ്ടിച്ചതാണ് ഈ സൂര്യൻ, ദൈവം സൃഷ്ടിച്ചതാണ് ഈ ആകാശമണ്ഡലങ്ങൾ, ഈ ഭൂമിയിലുള്ള സർവ്വചരാചരം, പ്രപഞ്ചം മുഴുവനും. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെ, സൂര്യനെ സൃഷ്ടിച്ച ദൈവത്തെ മനുഷ്യനെ എങ്ങനെ സമീപിക്കാൻ കഴിയും? ആ ദൈവത്തിന്റെ അടുക്കലേക്ക് മനുഷ്യൻ എങ്ങനെ പോകാൻ പറ്റും? തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ, പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് ദൈവത്തിന്റെ അടുക്കലേക്ക് പോകാൻ പറ്റുകയില്ല. പകരം മനുഷ്യൻ ദൈവത്തെ കാണാൻ കഴിയാതെ, ദൈവത്തെ അന്വേഷിക്കാൻ കഴിയാതെ മനുഷ്യൻ സ്വയം ദൈവങ്ങളെ കണ്ടുപിടിച്ചു. അതാണ് ബൈബിൾ പറയുന്ന ഏറ്റവും വലിയ സത്യം. സത്യദൈവത്തെ മനസ്സിലാക്കുവാനും അറിയാനും ഉള്ള കഴിവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ പിന്നെ ദൈവങ്ങളെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു, ദൈവത്തെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ തന്നെയാണ് ദൈവമെന്നൊക്കെ പറഞ്ഞു വെച്ചു. ബൈബിൾ പറയുന്നത് മനുഷ്യൻ അല്ലെ ദൈവത്തിന്റെ സ്വരൂപത്തെ പക്ഷിയുടെയും നാൽക്കാലിയുടെയും ഇടജാതിയുടെയും ഒക്കെ രൂപ സാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, പക്ഷേ തേജോമയനായ ദൈവം, സർവശക്തനായ ദൈവത്തെ ഏതെങ്കിലുമൊക്കെ രൂപത്തിനകത്താക്കി വെക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം എന്ന് പറയുന്നത് ആത്മാവാണ്. ആത്മാവായ ദൈവത്തിന് രൂപമില്ല കേട്ടോ. ആത്മാവിന് രൂപമില്ലാത്തവയാൽ രൂപമുള്ളതൊന്നും ദൈവമായി മാറുകയില്ല. ഏതെങ്കിലും ഒന്ന് രൂപം സങ്കല്പിച്ച് ദൈവമാക്കിയാൽ അവ ദൈവമാകുകയില്ല. പകരം ആത്മാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം.
മനുഷ്യന് ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയാതെ പാപം ചെയ്തു. പാപത്തിന് ശിക്ഷയുണ്ട് കേട്ടോ. ദൈവത്തിൽ നിന്ന് അകന്നു പോയതിന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആദിമ മാതാപിതാക്കന്മാരെ പാപം ചെയ്ത് ദൈവം ശിക്ഷിച്ചപ്പോൾ ബൈബിൾ പറയുന്നു അവർക്ക് അവരുടെ തേജസ് നഷ്ടപ്പെട്ടു. അവരുടെ തേജസ് നഷ്ടപ്പെട്ടു. പുറകെ ബൈബിൾ പറയുക അവൻ മരണം അവരെ പിടികൂടി, അവർ മരിക്കാനിടയായി. ഇന്ന് ലോകത്തിൽ ആളുകൾ മരിക്കുന്നതിന് പിന്നിലെ രഹസ്യം ബൈബിൾ പറയുന്നു പാപമാണ് മരണത്തിന്റെ കാരണം, പാപമാണ് ശാപങ്ങളുടെ കാരണം, പാപമാണ് ഇന്ന് ലോകത്തിലുള്ള എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം, പാപമാണ് ഈ മദ്യപാനത്തിന്റെ കാരണം, പാപമാണ് ഈ ആത്മഹത്യയുടെ കാരണം, പാപമാണ് ഈ പ്രശ്നങ്ങളുടെ കാരണം, ഉലകത്തിലുള്ള സകല കുഴപ്പങ്ങളുടെയും കാരണമെന്ന് പറയുന്നത് പാപമാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന്റെ പാപമാണ് ഉലകത്തിലെ എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം. വചനം കേൾക്കുന്ന വിലന്തറയിലെ പ്രിയപ്പെട്ടവരെ, പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ദൈവത്തെ എങ്ങനെ കാണാൻ പറ്റും? ദൈവത്തോട് എങ്ങനെ അടുക്കാൻ പറ്റും? അതിന് ബൈബിൾ പരിഹാരം നിശ്ചയിക്കുന്നു കേട്ടോ. ദൈവം നീതിമാന, പാപത്തെ ശിക്ഷിക്കും, പക്ഷേ അതേ ദൈവം സ്നേഹവാനായ ദൈവമാ. എന്താ പ്രിയപ്പെട്ടവരെ ദൈവം അതിനൊരുക്കിയ രക്ഷാമാർഗം എന്ന് പറയുന്നത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ബൈബിൾ ഇങ്ങനെ പറയുന്നു: തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഉലകത്തെ സ്നേഹിച്ചു. എന്നെ കേൾക്കുന്ന വിലന്തറയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്ന് നശിച്ച് നിത്യ നരകത്തിൽ പോകാതിരിക്കാൻ ദൈവം തന്റെ ഓമന കുമാരനെ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ഈ താണലോകത്തിലേക്ക് അയച്ചു. അവനാരാ? അവൻ സാക്ഷാൽ ദൈവമാ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. സാക്ഷാൽ ദൈവമായിരുന്ന കർത്താവ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചു നടന്ന മനുഷ്യൻ, ദൈവത്തെ കാണാൻ കൊതിച്ചു നടന്ന മനുഷ്യന് മുമ്പിൽ ഇതാ ദൈവം മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നു. അവൻ അത്രേ ദൈവപുത്രനായ യേശു ക്രിസ്തു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാ. അവൻ മുഖാന്തരമാണ് സകലവും ഉളവായത്, അവൻ മുഖാന്തരമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് സകലത്തിന്റെയും കാരണഭൂതനായ ദൈവം, അവനാണ് സകലത്തിന്റെയും നിറവെന്ന് ഞങ്ങൾ ഇന്ന് പകൽ ഇവിടെ പ്രസംഗിക്കുകയാ. യേശു ക്രിസ്തു ആരാ? സാക്ഷാൽ സത്യ ദൈവം. അവൻ നിത്യ ജീവനാണ്. അവൻ സാക്ഷാൽ ദൈവത്തിന്റെ അവൻ ഓമന കുമാരനാണ്. എന്തിനാ ദൈവപുത്രനായ യേശു ഈ ഭൂമിയിലേക്ക് വന്നത്? യേശുവിന്റെ ജനന സമയം അവന്റെ മാതാവിനോട് ദൈവദൂതൻ ഇങ്ങനെ പറഞ്ഞു: നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും. തീർന്നില്ല, അവന് നീ യേശു എന്ന് പേരിടണം. വിലന്തറയിലെ പ്രിയപ്പെട്ടവരെ, യേശു എന്ന പേരിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതിന്റെ അർത്ഥം രക്ഷകൻ എന്ന. രക്ഷകൻ. നാശത്തിൽ തകർന്ന ലോകത്തിന് മനുഷ്യന്റെ അവൻ പാപം നിമിത്തം മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്ന് നശിച്ചുപോയ മനുഷ്യനെ, നിലയില്ലാ കയത്തിൽ താഴുന്ന മനുഷ്യനെ, പാപത്തിന്റെ ചേറ്റുകുഴിയിൽ വീണ് അവൻ തകരുന്ന മനുഷ്യനെ ആ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് പിടിച്ചെടുത്ത് രക്ഷിച്ച് ദൈവത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുവാൻ ഇറങ്ങി വന്നവനാണ് ദൈവപുത്രനായ യേശു. യേശു ഇങ്ങനെ പറഞ്ഞു: ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലെത്തുന്നില്ല, ഞാൻ വാതിലാകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇന്ന് വചനം കേൾക്കുന്ന വിലന്തറയിലെ പ്രിയപ്പെട്ടവരെ, സാക്ഷാൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ, സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ, നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ, അവൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു സത്യം, ഒരേ ഒരു വഴി, അത് യേശുക്രിസ്തു എന്ന ഏക വഴിയാണ്. യേശുക്രിസ്തു എന്ന ഏക സത്യമാണ്. യേശുക്രിസ്തു മാത്രമാണ് പിതാവിങ്കിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ അഭിമാനത്തോടെ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാര് പലരും ലോകത്തിൽ അവതരിച്ചിട്ടുണ്ട്. എന്തിനാ പുരാണങ്ങൾ പറയുന്നത്? എന്തിനാ അവതാരങ്ങൾ ജന്മമെടുത്തത്? പാപികളെ ശിക്ഷിക്കാനാ, തിന്മ ചെയ്യുന്നവരെ ശിക്ഷിക്കാനാ, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാനാ, അല്ലെ നല്ലവരെ രക്ഷിക്കാനാണ് അവതാര കർമ്മം. പക്ഷെ യേശുവിന്റെ അവതാര ലക്ഷ്യം അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് അല്ലെ നല്ലവരെ രക്ഷിക്കാനല്ല, പകരം തിരുവെടുത്ത് പറയുന്നു പാപികളെ രക്ഷിക്കുവാൻ
ഞാൻ ഈ ലോകത്തിൽ വന്നിരിക്കുന്നു. ഇന്ന് വചനം കേൾക്കുന്ന ഈ വിലന്തറയിലെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ആർക്കും വേണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതം തകർന്നതാണെങ്കിൽ യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് അരുളി ചെയ്ത നസ്രയനായ യേശു ഈ വിലന്തറയിലെ ജീവിതത്തിൽ തകർന്നവരെ, ജീവിതത്തിൽ ഉടഞ്ഞവരെ, ആരെന്നെ രക്ഷിക്കും, ആരെന്നെ സഹായിക്കും, ആരെനിക്കൊരു പുതിയ ജീവിതം തരും, ആരെന്റെ കൂടെ ഒന്ന് നിൽക്കും, എന്റെ പ്രശ്നത്തിൽ സഹായകനായി ആര് വരും? ചോദ്യത്തിന് ഉത്തരമുണ്ട്. ഒരേ ഒരു ഉത്തരം, നിങ്ങളെ സഹായിക്കുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളുടെ പാപ സ്വഭാവങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങൾക്ക് നിത്യ ജീവൻ തരുവാൻ, പിതാവായ ദൈവത്തോട് നിങ്ങളെ ചേർത്തടിപ്പിക്കുവാൻ ഉലകത്തിലേക നാമം അത് യേശുക്രിസ്തുവിന്റെ നാമമാ. ഉപദേശി, നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം എന്താ? യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ രക്ഷകൻ എന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ? അല്ല, അല്ലവേ അല്ല. കാരണം അവൻ മാത്രമാണ് പാപികളെ രക്ഷിക്കാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. അവൻ മാത്രമാണ് പാപികൾക്ക് വേണ്ടി മരിച്ചത്. അവൻ മാത്രമാണ് അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത്. ഇന്ന് വചനം കേൾക്കുന്ന വിലന്തറയിലെ പ്രിയപ്പെട്ടവരെ, മറ്റാരെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാമോ? മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ആരെങ്കിലും നിങ്ങൾക്ക് കാണിക്കാമോ? മഹാന്മാർ ഒത്തിരി ഇവിടെ ജനിച്ച് ജീവിച്ചും മറഞ്ഞുപോയി കേട്ടോ. അനേകരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഞങ്ങൾ അഭിമാനത്തോടെ ഈ ദേശത്തെന്ന് പറയുന്നു രക്ഷ യേശുവിലൂടെ മാത്രമെന്ന് പറയാൻ കാരണം പാപത്തിന്റെ ശക്തിയെ തോൽപ്പിച്ച് മരണത്തിന്റെ അധികാരത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റത് യേശുക്രിസ്തു മാത്രം. ഇന്നും അവൻ പലസ്തീനിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. അത് യേശുക്രിസ്തുവിന്റെ കല്ലറയാ. ആ കല്ലറ ഇങ്ങനെ വിളിച്ചു പറയുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇന്ന് വിലന്തറയിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സകലരുടെയും ഭയമാ മരണമെന്ന് പറയുന്ന ഭയം. മരണം കൊണ്ടെല്ലാം അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. യേശുക്രിസ്തുവിനെ നിന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപത്തിന് പരിഹാരം വരുത്തിയ യേശുക്രിസ്തുവിനോടുകൂടെ നിത്യ സ്വർഗത്തിൽ നിങ്ങൾക്ക് പോകാം. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. ഒരു മുന്നറിയിപ്പ് പറയട്ടെ, ഞങ്ങൾ ഈ സന്ദേശം ഇവിടെ പറഞ്ഞു വെച്ചു. രക്ഷയ്ക്ക് മാർഗം യേശുവിന്റെ നാമം മാത്രം. യേശുവിനോട് മാത്രമേ രക്ഷയുള്ളൂ. അവനിലൂടെ മാത്രമേ പാപത്തിന് പരിഹാരമുള്ളൂ. നേർച്ചകൾ, കാഴ്ചകൾ, വഴിപാടുകൾ, അർപ്പണങ്ങൾ ഇതൊന്നും പാപത്തിന്റെ പരിഹാരത്തിന് അവൻ ഉതകുന്നതല്ല. ബൈബിൾ പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ദൈവപുത്രനായ യേശുവിന്റെ പുണ്യാഹ രക്തം ചൊരിഞ്ഞതുകൊണ്ട് ആ രക്തത്താൽ നമുക്ക് വിമോചനമുണ്ട്. പ്രാർത്ഥിക്കുമോ? യേശുവേ, ഞാനൊരു പാപിയാൽ, അങ്ങ് ദൈവപുത്രനാണ്, അങ്ങ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, എന്റെ പാപത്തിന് വേണ്ടി കുരിശിൽ മരിച്ചു. അവിടുത്തെ രക്തം എൻ്റെ പാപം പരിഹരിക്കുന്നതാണ്. അവിടുത്തെ മരണത്തെ ജയിച്ചുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ദൈവം വസിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? മനുഷ്യൻ നിർമ്മിച്ച ഏതെങ്കിലും ആലയങ്ങളിലല്ല ദൈവം വസിക്കുന്നത്. എത്ര മനോഹരമായി നിർമ്മിച്ചു വെച്ചാലും അതിനകത്ത് ദൈവം വസിക്കത്തില്ല. കാരണം ദൈവം സർവചരാചരങ്ങളെയും ഉണ്ടാക്കിയ ഏക സത്യ ദൈവമാണ്. അവൻ നിത്യ ദൈവമാണ്. അവൻ ഉന്നതനായ ദൈവമാണ്. അവിടത്തേക്ക് വസിക്കാൻ അവൻ ഉലകത്തിലൊരാലയം മതിയാകില്ല. പകരം അവിടുന്ന് നമുക്ക് നൽകിയ ആത്മാവ് അകത്തുള്ള കാലത്തോളം തിരുവെടുത്ത് പറയുക, ഞാൻ മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നുവെന്ന് ബൈബിൾ പറയുന്നു. വിലന്തറയിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മന്ദിരത്തിനകത്തേക്ക് നിങ്ങൾ ഈ മദ്യം അടിച്ചു കയറ്റുന്നത്. ദൈവത്തിന്റെ മന്ദിരമെന്ന് ദൈവമാക്കി വെച്ച ഈ ശരീരത്തിനകത്തേക്ക് നീ കഞ്ചാവും മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നത്. ബൈബിൾ പറയുക, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. വിലന്തറയിലെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശരീരം നിങ്ങളുടെ വകയല്ല കേട്ടോ, ഇത് ദൈവത്തിന്റെ വകയാ. മദ്യത്തിന് അത് അടിമപ്പെടുത്തി കൊടുക്കരുത്. അവൻ മയക്കുമരുന്ന് അത് അടിമയാക്കി കൊടുക്കരുത്. പകരം ആ ശരീരത്തെ നീ ദൈവത്തിന് കൊടുക്കണം. കാരണം ഇത് ദൈവം നിനക്ക് നൽകിയതാ. ആ ശരീരം നീ ദൈവത്തിന് കൊടുത്താൽ, നിന്റെ ജീവിതം നീ ദൈവത്തിന് കൊടുത്തിയ യേശു നിന്റെ ഹൃദയത്തിനകത്തേക്ക് വരും. നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷവും സമാധാനവും കർത്താവ് നിനക്ക് തരും. ഇനി പ്രശ്നം വരുമ്പോ നീ ആത്മഹത്യ ചെയ്യേണ്ടി വരികയില്ല. പ്രതികൂലങ്ങൾ വരുമ്പോ നീ ഒരു മുഴം കയറെടുക്കേണ്ടി വരികയില്ല. മദ്യത്തിന് പുറകെ നീ ഓടേണ്ടി വരികയില്ല. പകരം യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. പ്രിയപ്പെട്ടവരെ, ആ ദിവ്യ സമാധാനം പ്രാപിച്ച് മരണത്തിനപ്പുറമുള്ള നിത്യ ജീവിതത്തിന് ഒരുങ്ങുവാൻ വിലന്തറയിലെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയായ ഞങ്ങളുടെ ദൈവമേ, അങ്ങ് സർവശക്തനായ ദൈവമാണെന്നും സകലത്തിൻ്റെയും ഉടയവനാണെന്നും സംസാരിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചവൻ അങ്ങാൻ, മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ചതങ്ങാൻ. അവിടുന്ന് മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു.
അങ്ങ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. വിലന്തറയിൽ നിന്ന് വചനം കേട്ട പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ അങ്ങ് ഇടപെടണമേ. അവരുടെ ഹൃദയത്തിലേക്ക് അങ്ങ് ചെല്ലണമേ. അവിടെ രോഗമുള്ള ശരീരങ്ങളെ സൗഖ്യമാക്കണമേ. അവിടെ മനസ്സിന് മുറിവ് കെട്ടണമേ. അവരെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ ഭാരം മാറട്ടെ കർത്താവേ. അവരുടെ നിരാശ മാറട്ടെ. ഈ ലോകം താൽക്കാലികമാണല്ലോ, ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണല്ലോ. എല്ലാവരും മരണത്താൽ ഇവിടുന്ന് പോകേണ്ടി വരുമല്ലോ. എന്നാൽ മരണത്തിനപ്പുറമുള്ള ഒരു നിത്യ ജീവിതമുണ്ടെന്ന് അത് യേശുക്രിസ്തു നൽകുമെന്ന് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചല്ലോ കർത്താവേ. ആ നിത്യ ജീവിതത്തിന് വേണ്ടി വിലന്തറയിലെ പ്രിയപ്പെട്ടവരെ എൻ്റെ കർത്താവ് ഒരുക്കണമേ. അങ്ങനെ ചെയ്തതിനായിട്ട് സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ശ്രദ്ധിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.